നമുക്കിന്ന് 3 ആനകളാണ് ട്ടോ അവർക്ക് തന്നേക്കണം. സംഭവം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ആനകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത് നിൽക്കുന്ന ആനയാണ് നമ്മൾ ഫസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ എടുത്തേക്കണം. കാരണം ഇതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞേക്കാണ്. നമ്മളിത് പ്രൈമർ അടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പ്രൈമർ വാട്ടർ ബേസ് തന്നെയാണ്. പ്രൈമർ അടിച്ച് ഫുള്ള് പ്രൈമർ ആക്കിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഫുള്ള് സ്പ്രേ ചെയ്യും. നമ്മളിത് ബ്ലാക്ക് കളർ ഫുള്ള് സ്പ്രേ ചെയ്ത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോഡി കളർ കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞ ആനയുടെ ടെസ്റ്റർ ഉണ്ടല്ലോ, ആ ടെസ്റ്ററൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് മഴയും പെയ്ത് അങ്ങനെ കുറച്ച് പോസ്റ്റുമായി. അപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് വെച്ചാൽ നമ്മൾ ആനയെ ചെയ്യണം. വലിയ ഷീറ്റൊന്നും കിട്ടാതെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു പണിയിട്ട്. അങ്ങനെ നമ്മൾ ആനയുടെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് അടിച്ച് എല്ലാ സൈഡിലും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. കൊമ്പ് ഒഴികെ ബാക്കി എല്ലാവർക്കും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി കളർ കൂട്ടണം. അതായത് ഇതിൻ്റെ ഒരു ടെസ്റ്റർ പോലെ വരുമല്ലോ. കുറേ ഇങ്ങനെ ആനയുടെ ഫ്രണ്ട് സൈഡിൽ കണ്ടിട്ടില്ല. അത് ഈ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ തുമ്പിക്കയിൽ സാധനം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഈ തുമ്പിക്കയിൽ ഇതുപോലെ ചെവിയിലും വയറിൻ്റെ സൈഡിലും വയറിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇനിയാണ് അതിൻ്റെ ടെസ്റ്ററിൻ്റെ മെയിൻ വർക്ക്. നമ്മൾ കുറേ ക്ഷമയോടെ കണ്ടിട്ടുള്ളൊരു വർക്കാണ് ഇത്. നമ്മൾ ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ പതിയെ കുത്തിയിട്ട് ആനയുടെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെസ്റ്ററിലോട്ട് ഇത് കൊണ്ടുവരണം. എന്നിട്ട് അവസാനം നമ്മളിത് പതിയെ കോട്ടൺ പേസ്റ്റൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റ് മുക്കിയിട്ട് പതിയെ ഷെയ്ഡ് ചെയ്ത് വേണം ആ ഒരു ഒറിജിനാലിറ്റി ആയിട്ടുള്ള ടെസ്റ്ററിലോട്ട് മാറ്റിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആന നേരിട്ട് കാണുമ്പോഴായാലും സംഭവം ഒരു ഒറിജിനൽ ലുക്ക് കിട്ടുള്ളൂ. ആനയുടെ ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. ഏകദേശം തുമ്പിക്കയും നമ്മുടെ തലയുടെ ഭാഗമൊക്കെ ഉള്ള വർക്ക് ഏകദേശം അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെവിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആകാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഉള്ള വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ആന എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും.